നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളെ തുറന്നു വെല്ലുവിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കാൻ ഒരു പ്രതിപക്ഷ പാർട്ടിയും വിചാരിക്കേണ്ട, അത് നടക്കാൻ പോകുന്നില്ല എന്ന് തുറന്നു പറഞ്ഞാണ് മോദി രംഗത്ത് വന്നത്. ലോക്സഭാ ഇലക്ഷന്റെ 5ാം ഘട്ടത്തിന് മുമ്പ് ഉത്തർപ്രദേശിലെ ലാൽഗഞ്ചിൽ നടന്ന പൊതുറാലിയിലാണ് തന്റെ വിശ്വരൂപം ഒരൽപ്പം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഏറെക്കാലത്തിന് ശേഷം പ്രധാനമന്ത്രി സംസാരിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മേൽ ഒരുത്തരും കൈവെക്കാൻ പോകുന്നില്ല, മോദി തുറന്നടിച്ചു. ഈ മോദിയെ ഇന്ത്യൻ ജനത കണ്ടിട്ടും കേട്ടിട്ടും കുറച്ചു കാലങ്ങളായി. പൊതുവെ ഇപ്പോഴും ചിരിച്ചുകൊണ്ടും സൗമ്യഭാവത്തിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയാണ് നമ്മൾ അടുത്ത കാലത്തായി കണ്ടിട്ടുള്ളത്. എന്നാൽ മോദിക്ക് മറ്റൊരു വിശ്വരൂപം കൂടെയുണ്ടെന്ന് അറിയാത്തവരായി ആരുമുണ്ടാവില്ല. 90കളിൽ കാശ്മീരിൽ തീവ്രവാദ ആക്രമണങ്ങൾ കൊടികുത്തി വാഴുന്ന കാലം ലാൽ ചൗക്കിൽ പോയി ഇന്ത്യൻ പതാക ഉയർത്തിയ മോദിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും രോമം എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് നമ്മൾ. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ, ഇവിടെ വന്ന് ഇന്ത്യൻ പതാക ഉയർത്തും എന്ന വെല്ലുവിളി സ്വീകരിച്ചാണ് മോദി അന്ന് കാശ്മീരിൽ പോയത്. തീവ്രവാദികളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ലാൽ ചൗക്കിൽ പോവുകയും പതാക ഉയർത്തുകയും തീവ്രവാദികളെ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു മോദിയെ ഭാരത ജനത കണ്ടിട്ടുണ്ട്. ആ മോദിയെ തന്നെയാണ് ഇന്നലെ ഉത്തർപ്രദേശിലെ ലാൽഗഞ്ചിലും കാണാൻ സാധിച്ചത്. തന്റെ പ്രാണനായി കരുതുന്ന ഹിന്ദുത്വത്തെ ബാധിക്കുന്ന ഏതൊരു കാര്യം വരുമ്പോഴും ആ പഴയ മോദിക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ ഒരു നിമിഷാർത്ഥം മതി എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. രാജ്യത്തെ ജനങ്ങളെ ഹിന്ദു മുസ്ലിം സംഘർഷത്തിന്റെ പേരിൽ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ജനങ്ങളെ പറ്റിക്കാമെന്ന് അവർ വിചാരിക്കേണ്ടതില്ല, മോദി പറഞ്ഞു. ഇനി ആരെങ്കിലും പൗരത്വ ഭേദഗതി നിയമം നീക്കം ചെയ്യാം എന്ന് വിചാരിച്ചാലും അതിന് ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യൂ. ഞാനും ഗോദയിലുണ്ട്, നിങ്ങളുമുണ്ട്. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം, മോദി പറഞ്ഞു. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ അമൂൽ ബേബി നേതാക്കളോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത്രയും കാലം നിങ്ങളോട് ചിരിച്ചു കളിച്ചു നിന്ന് മോദിയെ മാത്രമേ നിങ്ങൾ കണ്ടു കാണുകയുള്ളൂ. ഹിന്ദുത്വത്തിന് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടുമ്പോൾ അവനവനെ തന്നെ മറക്കുന്ന ആ പഴയ മോദിയെ നിങ്ങൾ അടുത്തൊന്നും കണ്ടു കാണില്ല. അത് പുറത്തു വന്നാൽ നിങ്ങൾ കണ്ടതും കേട്ടതുമായ ഒരു കളികളും പോരാതെ വരും ഗോദയിൽ. അതുകൊണ്ട് കൂടുതൽ ചൊറിയാൻ നിൽക്കണ്ട. ഒന്ന് നേരെ നിൽക്കാൻ അടിവേര് പോലും ബാക്കിയുണ്ടായി എന്ന് വരില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.